ബിസിനസ്, നമ്മൾ ഇന്ന് കാണുന്ന 3 ബിസിനസ് രീതികളാണ്. ഒന്ന് ട്രഡീഷണൽ ബിസിനസ്, ഇ കൊമേഴ്സും, ഇതേപോലെ ഇപ്പോ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ. അതിൽ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് ഉൽപാദനം നടത്തിക്കൊണ്ട് അവര് അത് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ 8ഓളം ഇടനിലക്കാരന് അതിന്റെ ഒരു വിഹിതം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം റീറ്റെയിലർ എത്തി നമ്മളുടെ പോലെ സാധാരണ കസ്റ്റമേഴ്സിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്ന സമയത്ത് അത് വന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി, ഫിലിം താരമോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയറോ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകളോ എന്ന് പറയുന്നതിന് പോലും നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു തുക, ഒരു 10 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും 60 രൂപ ആയി എത്തുമ്പോൾ എത്രമാത്രമാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി. നെക്സ്റ്റ് ഇ കൊമേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഡയറക്റ്റ് ആയിട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നു. അവര് നമ്മളെ കയ്യിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്കൗണ്ട് ആണ്. ഇപ്പൊ 60 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിരുന്ന പ്രൊഡക്റ്റ് ഇവര് ഒരു 50 55 രൂപയ്ക്കോ നമുക്ക് തരും. ആ സമയത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ അവസരമാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. പക്ഷെ അവിടെ മൃഗീയമായിട്ടുള്ള ലാഭം പോകുന്നത് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി പട്ടികയിൽ നിരവധി പേർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലുള്ള ഓണേഴ്സ് ആയിട്ട്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവസ്പർശമുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്ന വിജികാർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു വെണ്ടർ മുഖാന്തരം വിജികാർട്ട് ഏറ്റെടുക്കുന്നു. നമ്മളെ ഇന്റർമീഡിയറ്റ്സിനെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, അഡ്വർടൈസ്മെന്റ് ഒഴിവാക്കിക്കൊണ്ട് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഈ ഇവിടെ മറ്റ് 2 മേഖലയിലും കിട്ടുന്ന ലാഭം നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് പ്രോ നൽകുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന ലാഭവിഹിതം അതിന്റെ നല്ലൊരു ശതമാനം നമ്മളെ പോലുള്ള സാധാരണക്കാരിൽ, ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉള്ള സാധാരണക്കാരന് ലഭ്യമാകുന്നു. അത് കമ്പനി 7 തരത്തിലാണ് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനിൽ